ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചീതു ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂകാംബിക, കുടജാദ്രി, മുരുടേശ്വരമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ക്യാപ്ചർ ചെയ്ത് എൻ്റെ ഫോണിൽ ക്യാപ്ചർ ചെയ്ത കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സാണ് ഞാൻ ഈ വ്ളോഗിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ മൂകാംബിക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ എല്ലാ ഫാമിലിയും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നോവയിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളൊരു 1 മണി 1:15 ആകുമ്പോഴേക്കും നമുക്കിങ്ങനെ വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിർത്തി അവിടെ ഒരുപാട് വണ്ടികളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അടിപൊളി മീൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ നന്നായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ അധികം എവിടെ നിർത്താണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാത്രി അവിടെ എത്തി പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിൽ തൊഴാമെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഡിന്നർ കഴിക്കാൻ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ അത്ര നല്ല ഫുഡല്ലായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ചും കൂടെ ലേറ്റായിട്ടാണ് കേട്ടോ നമ്മൾ മൂകാംബിക എത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല കോടമഞ്ഞും ഒക്കെ ആയിട്ട് നല്ല എന്താ പറയുക, അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു മൂകാംബിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ബഹളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ മൂകാംബികയുടെ എൻട്രൻസ് കണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോഴാണ് കേട്ടോ നമുക്ക് എന്തോ ഒരു സന്തോഷവും സമാധാനമൊക്കെ ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ടയേർഡായിട്ടുണ്ടായിരുന്നു വണ്ടിയിലിരുന്നിട്ട്. നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്കത് പറ്റിയില്ല. അങ്ങനെ നമ്മൾ 1-2 സ്ഥലത്ത് ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെയൊക്കെ നല്ല ഹോട്ടലിലൊക്കെ റൂം ഫുള്ളായിരുന്നു. അങ്ങനെ നമ്മൾ മയൂര ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ 3 റൂം എടുത്തു. അങ്ങനെ റൂം അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ഒന്നല്ലായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച് കുറച്ച് സമയം ഉറങ്ങാനല്ലേ, എന്തായാലും 2:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ എണീറ്റ് നമുക്കൊന്ന് ഫ്രഷായി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം അങ്ങനെ നമ്മൾ ഈ റൂം എടുത്തു. റൂമിൻ്റെ വിഷ്വൽസാണ് കേട്ടോ അത്. ഒരു കട്ടിലുണ്ടായിരുന്നു, പിന്നെ ബാത്റൂമൊക്കെ ഓക്കെ എന്നുള്ള രീതിയിലുള്ള ബാത്റൂമായിരുന്നു. പിന്നെ നമ്മൾ മോർണിംഗ് ഭയങ്കര ടയേർഡായിരുന്നു. രാവിലെ ഒരു 8:45 കണ്ടിട്ട് നമ്മൾ അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ എനിക്ക് എന്തോ ഒരു മുല്ലപ്പൂ വയ്ക്കാനുള്ള ആഗ്രഹം. അപ്പോൾ ഞാൻ മുല്ലപ്പൂവിൻ്റെ വിലയൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ നടക്കണത്. അങ്ങനെ മുല്ലപ്പൂ പോലത്തെ വേറൊരു പൂവ്, സ്മെല്ല് കുറവുള്ള ഒരു പൂവായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ അമ്പലത്തിൽ പോവാണ്. കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് കേട്ടോ ഇവിടെ പോകണം എന്നുള്ളത്. അങ്ങനെ അമ്പലത്തിൽ കടന്നു. പക്ഷെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. എന്നാലും നമുക്ക് അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ 100 രൂപീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡയറക്റ്റ് അധികം ക്യൂ നിൽക്കാണ്ട് കയറാം. മറ്റുള്ള അമ്പലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര പൈസ ആയിട്ട് തോന്നില്ല. പക്ഷെ നമ്മൾ ഇത്രയും ദൂരെ നിന്ന് വരില്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്യൂ നിൽക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് സമയം പിടിക്കുന്നു തോന്നി. പിന്നെ നമുക്ക് കുടജാദ്രിയും കൂടെ പോകണമെന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ പൈസ ടിക്കറ്റ് എടുത്ത് നമ്മൾ അമ്പലത്തിലൊക്കെ നന്നായി തൊഴുതു. പിന്നെ അവിടുത്തെ വഴിപാടുകളും കാര്യങ്ങളും എല്ലാം ചെയ്തു. അമ്പലത്തിൻ്റെ ഉള്ളിലെ കുറച്ച് വിഷ്വൽസാണ് കേട്ടോ അത്. നമ്മൾ എന്താ പറയുക, പ്രസാദം വാങ്ങണം, അവിടുത്തെ ക്യൂവും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ അവിടെയൊക്കെ കണ്ടില്ല ചെറിയ ചെറിയ കുറേ അമ്പലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മളവിടെ എല്ലാം തൊഴുതു. പിന്നെ ഞാൻ എൻ്റെ അനിയത്തിമാരായിട്ട് വല്ലപ്പോഴുമാണ് ട്രിപ്പ് പോണത്. എന്ന് വെച്ചാൽ ചെറിയ ആൾ ബഹ്റൈനിലാണ്, അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾക്കതൊരു ഭയങ്കര ഹാപ്പി മൊമെൻറ്റ്സാണ് ഞങ്ങൾ 3 ആളും കൂടെ ഉള്ളത്. 3 ആളും നമ്മുടെ ഫാമിലിയൊക്കെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മളത് ശരിക്കും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നതാണ് ഈ കാണിക്കുന്നത്. അങ്ങനെ കുറേ മൊമെൻറ്റ്സ് നമ്മളെടുത്തു. പിന്നെ മക്കളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അവരും കുറച്ച് നേരം ഉറങ്ങിയൊക്കെ ചെയ്തപ്പോൾ അവർ ടയേർഡൊക്കെ മാറി. പിന്നെ അവരും ഇങ്ങനെ അമ്പലത്തിലും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നടക്കുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് നെയ്വിളക്കൊക്കെ കത്തിച്ച് വെച്ചു കേട്ടോ. കുറേ നല്ല എന്താ പറയുക, കുറേ മെമ്മറീസ് കിട്ടിയൊരു ട്രിപ്പാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ ഉണ്ണികളിനെ ഒന്ന് എഴുത്തിനിരുത്താമെന്ന് വിചാരിച്ചു. അവർ സ്കൂളിലൊക്കെ പോയി തുടങ്ങി. പക്ഷെ നമ്മൾ എഴുത്തിനിരുത്തണം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ട് നമുക്കത് പറ്റിയില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ വന്നതല്ലേ. ഇപ്പോൾ ഇവിടെ എഴുത്തിന് ഇരുത്തിയാലും നമുക്ക് എഴുത്തിന് ഇരുത്താം. അവിടെ നമ്മുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വഴിപാടൊക്കെ ചേർന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എഴുത്തിന് ഇരുത്താം.
200 രൂപയാണ് കേട്ടോ ഒരു കുട്ടീനെ എഴുത്തിനിരുത്താൻ അവിടെ വാങ്ങുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ഓരോ ട്രിപ്പായിട്ടാണ് ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ അവർ എല്ലാം എണീറ്റു. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇരുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. നമ്മൾ നന്നായി തൊഴുതു, വഴിപാടുകളെല്ലാം ചെയ്തു. കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് നമ്മളിനി പുറത്തേക്ക് ഇറങ്ങാൻ പോകാൻ കേട്ടോ. നമ്മൾ ഒരുപാട് വർഷത്തെ ഒരു ആഗ്രഹമാണ് ഇങ്ങോട്ട് വരണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മളെല്ലാം തൊഴാനും നന്നായി കാണാനും ഒക്കെ പറ്റിയതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണത്. പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ കുടജാദ്രി പോവാണ് കേട്ടോ. കുടജാദ്രി പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു ജീപ്പ് ബുക്ക് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ ജീപ്പ് ബുക്ക് ചെയ്തത്. അവിടെ വരുന്ന വഴിക്ക് ഒരുപാട് ജീപ്പുകൾ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു ജീപ്പാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുടജാദ്രിക്ക് 3200 പ്ലസ് പിന്നെ 450 അവിടെ ചെക്ക് പോസ്റ്റിലും കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് 3600 സംതിങ്ങിനാണ് കേട്ടോ നമ്മളെല്ലാം കൂടിയിട്ട് ജീപ്പിന് ആയിട്ടുള്ളത്. കുടജാദ്രി നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ട് ഇതിൻ്റെ മുമ്പ്, പക്ഷേ അന്ന് എനിക്ക് ഏറ്റവും മേലെ കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിന്ന് കയറണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് കേട്ടോ അന്ന് പോണത്. ഒരുപാട് വർഷത്തെ എന്താ പറയുക, ഒരുപാട് കാലത്തെ ഒരു സ്വപ്നമാണ് കേട്ടോ അന്ന്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ജീപ്പിലിരിക്കുന്നത് നമ്മൾ. പിന്നെ ഡ്രൈവർ ഒരു സ്പോട്ടിലെത്തിയപ്പോൾ നിർത്തിയിട്ട് അവിടെ ഒരു കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി വേറെ ഒന്നും കിട്ടില്ല, എന്തെങ്കിലും സ്നാക്സ് വേണമെങ്കിൽ കയ്യിൽ വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് ബിസ്ക്കറ്റും കുറച്ച് വെള്ളമൊക്കെ കരുതി അവിടെ നിന്ന് വാങ്ങിയിട്ടാണ് കേട്ടോ പിന്നെ യാത്ര തുടർന്നത്. നമ്മൾ മേലേക്ക് കയറും തോറും കുടജാദ്രിയുടെ ഭംഗി ഇങ്ങനെ കാണാൻ തോന്നിയ കോടമഞ്ഞും പിന്നെ ആ പച്ചപ്പൊക്കെ ആയിട്ട്, ചെറിയ മഴയുള്ള സമയമായതുകൊണ്ട് കറക്റ്റ് നല്ല പച്ചപ്പുള്ളൊരു സമയമാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത്. പിന്നെ നമ്മളൊരു 1:15 ഇറങ്ങിയിട്ട് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ കുടജാദ്രി എത്തി നമ്മൾ ജീപ്പിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുടജാദ്രി കയറിനേക്കാളും മുമ്പ് കുറച്ച് അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ചു ചെറിയൊരു മഴച്ചാറുണ്ടായിരുന്നു. അപ്പോൾ മഴ അത്ര കാര്യമൊന്നും പ്രതീക്ഷിച്ചില്ല കയറുന്ന സമയത്ത്. പക്ഷെ കുട്ടികളൊക്കെ മഴയൊക്കെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളും അത് നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ കയറുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, കുറച്ച് ബ്രീത്തിങ് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പതുക്കെ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്രാവശ്യം കയറണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അതുവരെങ്കിലും പോണമെന്നുണ്ട്. അങ്ങനെ നമ്മൾ സർവജ്ഞപീഠത്തിലേക്ക് എത്തിയിട്ടോ. ഞാൻ ഒരുപാട് നാളത്തെ എൻ്റെ ഒരു സ്വപ്നമാണ് അങ്ങോട്ട് കയറണം എന്നുള്ളത്. അപ്പോൾ അത് കണ്ട് എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മഴയത്ത് സർവജ്ഞപീഠം കണ്ടപ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അതെൻ്റെ ലൈഫ് ലോങ് ഉള്ള അത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ മെമ്മറി ആയിട്ട് എന്നുണ്ടാവും. അത്രയും ഭംഗിയായിരുന്നു അവിടെ കാണാൻ. പിന്നെ 1 അവറിനുള്ളിൽ ഇറങ്ങി വരണം എന്നാണ് കേട്ടോ ജീപ്പ് ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1 അവർ അല്ല, അതിന് മേലെ എന്തായാലും ടൈം എടുത്തു. അങ്ങനെ ആൾ ഭയങ്കര സ്പീഡിൽ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ വഴി കൂടെ ആളെങ്ങനെയാണ് ഓടിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു അതിശയമാണ്. പക്ഷെ അവർക്കത് ഒരു പരിചയമുള്ള വഴിയായിരിക്കും. അങ്ങനെ നല്ല ഡ്രൈവറും നമ്മൾ പിന്നെ കുടജാദ്രിയിൽ നിന്ന് വന്ന് രാത്രി മുരുടേശ്വരിൽ വന്ന് റൂം എടുത്തു കേട്ടോ. ജയ പാരഡൈസ് എന്നായിരുന്നു ആ ഹോട്ടലിൻ്റെ പേര്. നമ്മൾ അന്ന് രാത്രി നല്ല ടയേർഡായിരുന്നു. എന്താ പറയുക, കാലൊക്കെ വേദന എടുത്ത് അങ്ങനെ രാവിലെ നമ്മൾ മുരുടേശ്വർ വന്നിരിക്കുകയാണ് കേട്ടോ. മുരുടേശ്വറിൽ ഞാൻ കുറേ വീഡിയോയിൽ കണ്ടിട്ട് അതിൻ്റെ മേലത്തെ ലിഫ്റ്റിൽ പോയി കഴിഞ്ഞാൽ മേലെ നിന്നുള്ള വ്യൂ കാണാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന ക്യൂ ആണ് കേട്ടോ. ഇത് 20 രൂപയാണ്. പിന്നെ ചിൽഡ്രൻസിന് 10 രൂപ. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ മേലേക്ക് കയറുക.
പക്ഷേ മേലെ പോയപ്പോൾ നമ്മളങ്ങനെ പ്രതീക്ഷിച്ച അത്ര വ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ എന്തൊക്കെയോ പാർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്കിങ്ങനെ അവിടെ കെട്ടി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് ബീച്ചും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയിൽ കെട്ടി വെച്ചിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ. അങ്ങോട്ടുള്ള എൻട്രൻസും പിന്നെ ആ ബീച്ചിന് അഭിമുഖമായിട്ടുള്ള ഒരു അമ്പലം ഒക്കെ ആയിട്ട് എന്തോ ഒരു പ്രത്യേകത ഉള്ള ഒരു അമ്പലമാണ് മുരുടേശ്വർ. പിന്നെ അവിടുത്തെ വലിയ ശിവൻ്റെ സ്റ്റാച്ചു ഒക്കെ എല്ലായിടത്തും ഭയങ്കര ഫേമസ് ആണ്. ഞാൻ ഒരുപാട് വീഡിയോസിലും ഫോട്ടോസിലൊക്കെ അതിനെപ്പറ്റി കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ അമ്പലത്തിലൊക്കെ കയറി അതിൻ്റെ ഉള്ളിലൊക്കെ തൊഴുതുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ അത്. പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതി ഇറങ്ങിയ ശേഷം ശിവൻ്റെ വലിയ സ്റ്റാച്ചുവിൻ്റെ അവിടേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശിവൻ്റെ സ്റ്റാച്ചുവിൻ്റെ താഴെ ഒരു മ്യൂസിയം പോലെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലെ ചെറിയ കാഴ്ചകളാണ് കേട്ടോ അത്. പക്ഷെ അവിടെ ഇങ്ങനെ അടച്ചിട്ട സ്ഥലമായതുകൊണ്ട് തോന്നുന്നു ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ഭംഗിയിൽ ഇത് ഓരോരോ സ്റ്റാച്യൂസ് ചെറിയ ചെറിയ സ്റ്റാച്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ശിവൻ്റെ വലിയ സ്റ്റാച്ചുവിൻ്റെ താഴെയാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. അത് ആലോചിക്കുമ്പോൾ നമുക്കൊരു അത്ഭുതമാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ശിവൻ്റെ സ്റ്റാച്ചു പോലെ തന്നെ അത്ര വലിപ്പമില്ലെങ്കിലും അതുപോലത്തെ ഒരുപാട് സ്റ്റാച്ചുകൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മുരുടേശ്വരിൽ നിന്ന് ഇറങ്ങി ഉടുപ്പി ടെമ്പിളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഉടുപ്പി ടെമ്പിളിലേക്ക് ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ ഇതുവരെ വന്നിട്ട് അത് മിസ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 12:15 ആകുമ്പോൾ നമ്മൾ ഉടുപ്പി ടെമ്പിളിൽ എത്തിയിട്ടോ. അവിടെ അമ്പലത്തിൽ ക്യൂ നിൽക്കുമ്പോൾ എന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ അത്. ആ ഒരു കുളത്തിൻ്റെ നടുക്കുള്ളൊരു ഗോപുരമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു അത്. പിന്നെ ഉടുപ്പി അമ്പലത്തിൻ്റെ വിഗ്രഹങ്ങളും അതിൻ്റെ ഉള്ളിലത്തെ കൊത്തുപണികളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മുടെ മനസ്സൊക്കെ നിറഞ്ഞിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അവിടെ ക്യൂ നിൽക്കുമ്പോൾ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ അത്. ഒരു അവിടുത്തെ നമ്പൂതിരിയാണ് തോന്നുന്നത് പ്രസാദം വന്ന് മീനുകൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മീനുകൾ കൂട്ടായിട്ട് വന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് നല്ല കാഴ്ചകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ നമുക്ക് മൂകാംബികയും കുടജാദ്രിയും മുരുടേശ്വരും ഉടുപ്പി അമ്പലവും എല്ലാം നന്നായി കാണാനും തൊഴാനും എല്ലാം പറ്റി. അപ്പോൾ ഞാനിങ്ങനെ വ്ളോഗ് എടുത്ത് എനിക്ക് ശീലമില്ല. എൻ്റെ കയ്യിലുള്ള കുറച്ച് മൊമെൻറ്റ്സാണ് ഞാനിതിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.